ഹൈദരാബാദ് നിയമ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് വിലക്കിൽ ബാർ കൌൺസിലിനെതിരെ കടുത്ത വിമർശനവുമായി സുപ്രീംകോടതി. വിദ്യാർത്ഥികളും താനും തമ്മിലുള്ള ആശയസംവാദത്തിൽ ഇടപെടാൻ BCI ആരാണ് എന്ന് ചീഫ് ജസ്റ്റിസ്. എൻറോൾമെന്റ് വിലക്ക് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ BCI 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ഹൈദരാബാദ് നൽസാർ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ സന്നദ്ധ വിലക്കിൽ ചീഫ് ജസ്റ്റിസിന്റെ വിമർശനം ഇങ്ങനെ: ഇത് വിദ്യാർത്ഥികളും താനുമായുള്ള ആശയ സംവാദമാണ്. ഇതിലിടപെടാൻ ബാർ കൌൺസിൽ ആരാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ചോദ്യം. അനാവശ്യ ഇടപെടലാണ് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ നടത്തിയത്. വിദ്യാർത്ഥികളുടെ ഭാഗം തെറ്റാണെന്ന് കരുതിയാൽ പോലും അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. സമാധാനപരമായ പ്രതിഷേധം അനുവദിക്കേണ്ടതുണ്ട്. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ആർക്കും തടയാനാവില്ല. ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യക്ക് ഇതിൽ കാര്യമില്ലെന്നും ചീഫ് ജസ്റ്റിസ്. അഭിഭാഷകരായി എൻറോൾ ചെയ്ത ശേഷം സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വരണമെന്ന് നൽസാറിലെ വിദ്യാർത്ഥികൾക്ക് ചീഫ് ജസ്റ്റിസിന്റെ ക്ഷണം. നിയമസഹായ കോഴ്സുകൾ പഠിപ്പിക്കാൻ വിദ്യാർത്ഥികളെ നിയോഗിക്കാം. ഇത് അവരുടെ കരിയർ തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാകുമെന്നും ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം. എൻറോൾമെന്റ് വിലക്ക് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. നൽസാർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമെതിരായ ശിക്ഷാ നടപടി സുപ്രീം കോടതി വിലക്കി. വിവാദമായ സർക്കുലർ പിൻവലിച്ചുവെന്നും എല്ലാ നടപടികളും അവസാനിപ്പിച്ചുവെന്നും ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ വിശദീകരിച്ചു. വിവാദമായ പാറ്റ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസിനെതിരെ നൽസാർ വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തിയത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.